മജുട അതുപോലെ അവിടെ ഈ സർക്കാർ സേവനങ്ങൾ അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർ ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ധനാനുമതിക്കായുള്ള ബില്ല് സെനറ്റിൽ 11ാം തവണയും പരാജയപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം നാൾ ഷട്ട് ഡൗൺ നീണ്ടൊരു ചരിത്രം അമേരിക്കയ്ക്ക് ഉണ്ടോ? അപ്പോൾ ഒരു പരിഹാരം എന്താ? ഹാഷ്മി അത് നേരിട്ട് അനുഭവിച്ചതാ. വൈറ്റ് ഹൗസും മറ്റുള്ള സ്ഥലങ്ങളും കാണാൻ പറ്റിയപ്പോൾ ഏറെ ആഗ്രഹമായിരുന്നല്ലോ നാഷണൽ മ്യൂസിയം കാണണമെന്ന്. പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. അത് ഈ ഷട്ട് ഡൗണിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മ്യൂസിയംസും അതുപോലെ പാർക്കുകളും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത് തുടരുന്നത്. ഇപ്പോൾ 11ാം തവണയും ഇത് സെനറ്റിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്ക കണ്ട ഏറ്റവും നീണ്ട ഷട്ട് ഡൗണിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരു രീതിയിലും ഈ ഉഭയകക്ഷി ചർച്ചകളുമായിട്ട് സഹകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ മെഡിക്കെയർ, ഒബാമ കെയറുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിലാണ് ഇരുവരും തമ്മിലുള്ള ഈ പോര് ഇപ്പോഴും തുടരുന്നത്. മധു, ഒരു കാര്യം കൂടി, ഈ അമേരിക്കയിലെ പബ്ലിക് സെക്ടറിൽ ഒരുപാട് ഇന്ത്യക്കാര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. വർക്ക് ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ മധു കൊട്ടാരക്കരയെ പോലെ ഒരുപാട് പബ്ലിക് സെക്ടർ സേവനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യനം ഇപ്പം ഞാൻ കോൺട്രാക്ട് ബിസിനസ് ആണ്. അവിടെങ്ങും ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ അവശ്യ ഏജൻസികളല്ലാതെ ഇപ്പം മ്യൂസിയം അങ്ങനെയൊക്കെയുള്ള അവിടെയാണ് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഷട്ട് ഡൗൺ ശരിക്കും ബാധിച്ചിരിക്കുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ഈ വിഷയം പറഞ്ഞു തീർത്താൽ ഇവർക്ക് ഈ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പളം തിരിച്ചു കിട്ടുകയൊക്കെ ഉണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് പാഴ്മരങ്ങൾ വെട്ടിമാറ്റാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് ഈ പിരിച്ചുവിടൽ അത് ഇതിന്റെ കെയർ ഓഫിൽ ശക്തമായ രീതിയിൽ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.